ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വേർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേം ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് അല്ലേ? നമുക്ക് സീക്വൻസിലെ കുറേ നമ്പേഴ്സ് കാണും. ആ നമ്പേഴ്സുകളുടെ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അവയുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് ടേം കിട്ടും അല്ലേ? ഈ കോൺസ്റ്റന്റ് ടേമിനെ നമ്മളൊരു പേര് പറയായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെല്ലാം പഠിച്ചായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ അല്ലേ? അപ്പോൾ കുറച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് 3rd ചാപ്റ്റർ പഠിക്കാൻ ഇത്തിരി എളുപ്പമാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിച്ചു. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഒരു ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, നമുക്ക് കിട്ടുന്ന സംഖ്യകളെ, അതായത് നമ്പേഴ്സിനെ നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചുരുക്കി എഴുതുന്നു. അതാണ് ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഓൾജിബ്രായിക് ഫോമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം എങ്ങനെ എഴുതാമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് എന്തൊക്കെയുണ്ട്? പൊസിഷൻ ഉണ്ട്, ടേംസ് ഉണ്ട് അല്ലേ? ഈ പൊസിഷനും ടേംസും തമ്മിലുള്ള റിലേഷനെ ഒരു ഇക്വേഷനാക്കി എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച്, എങ്ങനെ എഴുതാം എന്നതാണ് ഓൾജിബ്രായിക് ഫോമിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിൾ എഴുതുന്നു. നോക്കിയേ, 2, 4, 6, 8, 10 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ അല്ലേ? എന്താണ്? ഏത് രണ്ട് നമ്പറിൻ്റെയും ഡിഫറൻസ് എടുത്താൽ നമുക്കൊരു കോൺസ്റ്റന്റ് നമ്പർ കിട്ടും അല്ലേ? ആ കോൺസ്റ്റന്റ് നമ്പറിനെ നമ്മൾ എന്താ പറയുന്നത്? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം കോമൺ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അപ്പോൾ അതായത് 4 - 2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും, 6 - 4 എടുത്താൽ 2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ എല്ലാം കോമൺ ഡിഫറൻസ് എന്ത് കിട്ടും? നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. ഇനി ഈ 2, 4, 6, 8 എന്ന് പറയുന്ന ഈ സീക്വൻസിലെ എന്താണ്? ടേംസ് ആണ് അല്ലേ? ഈ ടേംസിനെ നമുക്ക് എങ്ങനെ എഴുതാം? x1, x2, x3, x4 ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി നമ്മൾ പറയും ഫസ്റ്റ് ടേം 2 ആണ്, 3rd ടേം 6 ആണ്, അല്ലെങ്കിൽ 5th ടേം 10 ആണ് അല്ലേ? അതിൽ ഈ 5th, 2nd എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസിഷനാണ് അല്ലേ? ഫസ്റ്റ്, 2nd, 3rd, 4th, 5th എന്ന് പറയുന്നത് എന്താണ്? ഈ സീക്വൻസിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഈ പൊസിഷനും ടേമും വെച്ചിട്ട് ഒരു റിലേഷൻ കണ്ടുപിടിക്കുക. ആ റിലേഷൻ ഒരു ഇക്വേഷനാക്കി എഴുതുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ടേം എന്താണ്? 2 ആണ് അല്ലേ? ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ യൂസ് ചെയ്യും, x1 യൂസ് ചെയ്യും, എ യൂസ് ചെയ്യാം. ഏതെഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പം ഞാൻ x1 = 2 എന്ന് എഴുതുന്നു. ഈ 2വിനെ ഞാൻ 2 × 1 എന്ന് എഴുതിയാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നുമില്ല അല്ലേ? സെക്കൻഡ് ടൈം എന്താണ്? 4 ആണ്. ഈ 4നെ ഞാൻ 2 × 2 എന്ന് എഴുതുന്നു. ഓക്കെ, അതേപോലെ x3 നമുക്ക് 6 ആണ്. 6നെ ഞാൻ 2 × 3 എന്ന് എഴുതി. x4 എങ്ങനെ എഴുതാം? 8 ആണ്. 2 × 4 എന്ന് എഴുതി. ഇങ്ങനെ പോയി xn എന്ത് ടേം വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കോമൺ നമ്പർ, നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് ഇങ്ങനെ സെയിം ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ അത് ഏത് നമ്പർ കണ്ടുപിടിച്ചാലും അത് സെയിം ആയിരിക്കും. അപ്പോൾ 2 എഴുതുന്നു. ഇനി ഡിഫറൻസ് വരുന്നത് എങ്ങനെ? ഈ 1, 2, 3, 4 അതൊരു വേരിയബിൾ ആണ് അല്ലേ? ആ വേരിയബിളിന് ഞാൻ n എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ xn = 2n എന്ന് പറയുന്നതാണ് ഒരു ഈവൻ നമ്പറിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്.
ഒറ്റ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ഒരു ഈവൻ നമ്പർ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ എന്നിന് എത്ര ടേമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ടേം ഇട്ട് കൊടുത്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10th ടേം കണ്ടുപിടിക്കണം. 10th ടേം കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? ഈ എന്നിനകത്ത് 10 കൊടുത്താൽ മതി. അപ്പോൾ x10 ഈക്വൽ ടു 2 × 10 ഈക്വൽ ടു 20. 100th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? x100 ഈക്വൽ ടു 2 × 100 ഈക്വൽ ടു 200. എളുപ്പമായില്ലേ? അപ്പോൾ ഒരു സീക്വൻസിനകത്തെ ഏത് ടേം കണ്ടുപിടിക്കണം, എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ മതി അല്ലേ? ഈ ഒരു ഒറ്റ ഓൾജിബ്രൈക് ഫോം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിലെ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അല്ല ഞാൻ എഴുതിയത്. ഞാൻ വേറൊരു സീക്വൻസ് എഴുതുന്നു, ഓഡ് നമ്പേഴ്സിൻ്റെ. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എങ്ങനെ വരും? 1, 3, 5, 7, 9 എക്സെട്ര പോകും അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു എന്താണ്? 1 ആണ് അല്ലേ? ഈ 1നെ 2 × 1 -1 എന്ന് എഴുതി കൂടെ? 2 × 1 എന്ന് പറഞ്ഞാൽ 2 വരും, -1 ചെയ്താൽ 1 വരും അല്ലേ? അപ്പം x1 എന്ത് വരും? 1 തന്നെ വരും. x2 എന്താ നമുക്ക് വരുന്നത്? 3. ഈ 3യെ ഞാൻ എങ്ങനെ എഴുതുന്നു? 2 × 2 ദാറ്റ് ഈസ് 4 വരും. -1 ചെയ്യുമ്പം 3 തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ എഴുതിയാലും ഈ 3 എന്ന് എഴുതിയാലും സെയിം ആണ് അല്ലേ? അപ്പോൾ x3 എങ്ങനെ എഴുതാം? 5 2 × 3 എന്ത് വരും? 6 -1 കഴിയുമ്പോൾ 5 കിട്ടും. x4 എങ്ങനെ വരും? 7 ദാറ്റ് ഈസ് 2 × 4 8 വരും, -1 എന്ന് പറഞ്ഞാൽ 7 വരും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ പോയാൽ നമുക്ക് xn എന്ത് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെ വരും? നോക്കിയേ, ഇവിടെ 2 എല്ലായിടവും സെയിം ആണ്. അപ്പോൾ 2 അതുപോലെ എഴുതുക. വേരിയബിൾ വരുന്ന ഏതാ? 1 2 3 4. അപ്പോൾ 2n കൊടുക്കുന്നു. -1 എല്ലായിടവും സെയിം ആണ്. ക്ലിയർ? അപ്പോൾ ഒരു ഓഡ് നമ്പർ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? xn ഈക്വൽ ടു 2n - 1. ഈ എന്നിന് നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് ഈ സീക്വൻസിലെ നമ്പർ കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നു n ഈസ് ഈക്വൽ ടു 10. 10th ടേം, ഈ സീക്വൻസിലെ 10th ടേം കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്താൽ മതി. 2 × 10 -1 ദാറ്റ് ഈസ് എന്ത് വരും? 20 - 1 ഈക്വൽ ടു 19. അപ്പോൾ നമ്മുടെ ഓഡ് നമ്പർ സീക്വൻസിൻ്റെ 10th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 19 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഈവൻ നമ്പറിൻ്റെ സീക്വൻസ് അല്ലെ ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഒരു ഓൾജിബ്രൈക് ഫോം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്താണ്? ഒരു കോമൺ ആയിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. കോമൺ ആയിട്ടൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാമോ? അതിന് വേണ്ടിയിട്ട് ഇപ്പം ഏത് സീക്വൻസ് കിട്ടിയാലും ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ സീക്വൻസിലെ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ ഫസ്റ്റ് x1, ഈ x2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഈ 4 കിട്ടിയത് എങ്ങനെയാണ്? 2ൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു അല്ലേ? ഒരു +d ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഇനി 4ൻ്റെ കൂടെ 6 കിട്ടിയത് എത്ര? വീണ്ടും ഒരു d കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് തേർഡ് ടേം കിട്ടിയത്? 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ അല്ലേ? ഈ സീക്വൻസ് നോക്കി, ഇവിടെയും അതുപോലല്ലേ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പം തേർഡ് ടേം കിട്ടി. അവിടുന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പം 4th ടേം കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ അവിടുന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4th ടേം കിട്ടുന്നത്? 3 കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പം നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഓരോ ടേംസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം x1 എന്ന് അതുപോലെ എഴുതുക. അവിടെ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒന്നും ആഡ് ചെയ്യത്തില്ല, ആ ഫസ്റ്റ് ടേം മാത്രം. സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? f+d എന്ന് എഴുതിക്കൂടെ അല്ലേ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. ഇനി തേർഡ് ടേം ആകുമ്പോൾ എന്ത് വരും? f+2d. 4th ടേം ആകുമ്പോൾ എന്ത് വരും? f+3d. ഇങ്ങനെ ഇത് പോയി എന്ത് ടേം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ
നോക്കിയേ, ഇവിടെ ഫോർത്ത് ടേം ആയപ്പോൾ 3D, ഇവിടെ തേർഡ് ടേം ആയപ്പോൾ 2D, ഇവിടെ 2 ആയപ്പോൾ D. അപ്പം നമുക്ക് ടേം ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കുറച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പം n ആണെങ്കിൽ എന്ത് ചെയ്യണം, എന്നിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കണം. അപ്പം n-1 ഇൻറ്റു D. ക്ലിയർ? അപ്പം നമുക്ക് ഈ xn ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, f പ്ലസ് n-1 ഇൻറ്റു D. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് xn ഈസ് ഈക്വൽ ടു f പ്ലസ് n-1 ഇൻറ്റു D. ഓക്കെ, ക്ലിയർ? നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? xn ഈക്വൽ ടു f, അതുപോലെ ഈ d കൊണ്ട് ഈ n-1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? dn മൈനസ് d. ഓക്കെ, ഈ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസിൻ്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്യുക. n എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾ ആയിരിക്കും. ഇവിടെ എല്ലാം നമുക്ക് n വേരിയബിൾസാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇതൊരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ടേം ആയിരിക്കത്തില്ല. നമുക്ക് കിട്ടുന്ന വേരിയബിൾ അനുസരിച്ച് ഇത് മാറും. അപ്പോൾ അത് ആദ്യം എഴുതുന്നു dn. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോമൺ ഡിഫറൻസും എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിനെ f മൈനസ് d എന്ന് ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് n വേരിയബിളാണ് അല്ലേ? അപ്പോൾ ഡിക്ക് പകരം ഞാൻ a എന്ന് കൊടുക്കുന്നു. f മൈനസ് d എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ ഞാനൊരു കോൺസ്റ്റൻ്റ് ടേം ആയ b കൊണ്ട് എഴുതുന്നു. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? xn ഈസ് ഈക്വൽ ടു ഡിക്ക് പകരം a കൊടുത്തു, പിന്നെ n പ്ലസ് ബിക്ക് പകരം f മൈനസ് ഡിക്ക് പകരം b എന്ന് കൊടുക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ജനറൽ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഹിയർ an എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ d ആണ്, d എന്ന് പറഞ്ഞാൽ f മൈനസ് d ആണ്. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് ജനറൽ ഒരു ഫോം കിട്ടി അല്ലേ? എങ്ങനെയാണ്? xn ഈക്വൽ ടു an പ്ലസ് b. ഇത് വെച്ചിട്ടും ചെയ്യാം, ഇത് വെച്ചിട്ടും ചെയ്യാം. xn ഈക്വൽ ടു f പ്ലസ് n-1 ഇൻറ്റു d. ഈ ഇക്വേഷന് വേണമെങ്കിലും ചെയ്യാം, ഇതിനും ചെയ്യാം. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടുത്തെ f നമ്മൾ എക്ക് d എന്നും ബിക്ക് f മൈനസ് d എന്നും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് ഷോർട്ടാക്കി എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലുള്ള 2-3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുന്നതിൻ്റെ. എക്സാമ്പിൾ 1, 12, 23, 34 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഇക്വേഷനും അറിയാം. ഇപ്പം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം എഫ് എന്താണ്? 12 ആണ്. ഇനി കോമൺ ഡിഫറൻസ് ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം അല്ലേ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടൈം എന്ത് വരും? 23 മൈനസ് 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 12 പോയാൽ 11. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ പഠിച്ച്? xn ഈക്വൽ ടു an പ്ലസ് ബി അല്ലേ? a എന്ന് പറഞ്ഞാൽ എന്താണ്? d ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിവിടെ d എത്ര വന്നേക്കുന്നത്? 11. ഇനി b എന്ന് പറഞ്ഞാൽ എന്താ? f മൈനസ് d. അപ്പോൾ f എത്രയാണ്? ഫസ്റ്റ് ടൈം 12 മൈനസ് d എത്ര? 11. അപ്പോൾ എന്ത് കിട്ടും? 1. ഇനിയിപ്പോൾ ഇത് മാറ്റി എഴുതാമല്ലോ. an എന്ന് പറഞ്ഞാൽ 11n പ്ലസ് b എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ xn ഈക്വൽ ടു 11n പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം അല്ലേ? എളുപ്പമാണല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1/4, 3/4, 1 1/4, 1 3/4 എക്സെട്ര. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഫസ്റ്റ് ടേം ഉണ്ട്. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1/4. ഡി എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4 മൈനസ് 1/4. ഇത് നോക്കി, രണ്ട് ഫ്രാക്ഷൻ ആണല്ലേ? അപ്പോൾ ഈ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ അത് അതുപോലെ എഴുതുക.
ന്യൂമറേറ്ററിൻ്റെ നടുക്ക് ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 - 1 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 2/4. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? 2ൻ്റെ ടേബിളിൽ 4 ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പം 1/2. അപ്പോൾ ഡി എന്ത് കിട്ടി? F = 1/4 എന്ന് കിട്ടി. D = 1/2 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾജിബ്രൈക് ഫോം എന്താ? xn = an + b അല്ലേ? a എന്ന് പറഞ്ഞാൽ d ആണ്, അത് എന്ന് പറഞ്ഞാൽ 1/2. അടുത്ത b എന്ന് പറഞ്ഞാൽ എന്താണ്? f - d. അപ്പോൾ f എത്ര? 1/4 - 1/2. ഓക്കെ, 1/4 - 1/2 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് ചെയ്യാം അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് ചെയ്യുമ്പോൾ എന്ത് വരും? 1/4 - 1/2. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഇങ്ങോട്ടും ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 - 4 / 4 2s are 8. അപ്പോൾ എന്ത് വരും? -2/8. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? -1/4. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കാമല്ലോ. a എന്താണ്? 1/2 n + -1/4. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/2 n -1/4. അപ്പോൾ xn നമ്മുടെ ഓൾജിബ്രൈക് ഫോം എങ്ങനെ? xn = 1/2 n - 1/4. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനൂടെ ചെയ്ത് നോക്കാം. 1/2 5/6 7/6. ഫസ്റ്റ് ടൈം എഫ് എത്രയാണ് വരുന്നത്? 1/2. ഡി എത്ര വരും? 5/6 - 1/2. ഇതിനെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5 × 2 - 6 × 1 / 6 × 2 അല്ലേ? 5 × 2 എന്താ? 10 - 6/6 × 2 12. അപ്പോൾ 4/12. 4ൻ്റെ ടേബിളിൽ 12 ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാം. 1/3. അപ്പോൾ ഡി എത്ര കിട്ടി? 1/3 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഓൾജിബ്രൈക് ഫോം എങ്ങനെ? xn = an + b. a എന്ന് പറഞ്ഞാൽ എന്താ? d ആണ്, ദാറ്റ് ഈസ് 1/3. b എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? f - d ചെയ്യണം. ഫസ്റ്റ് ടേം എന്താ? 1/2 മൈനസ് d എത്ര? 1/3. ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. 3 - 2/6. അപ്പോൾ എന്ത് വരും? 1/6. നമുക്ക് a എന്താ? 1/3. അപ്പോൾ എന്തെഴുതണം? 1/3 n + b എന്താ വരുന്നത്? 1/6. അപ്പോൾ xn = 1/3 n + 1/6. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.